Hello everyone, welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫാമിലി ഫ്രണ്ട്സിലായിട്ട് സ്റ്റാർട്ടിക്കുന്ന ഷെയർ കൂടി ചെയ്തേക്കുക. നമുക്കിനി നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണുമ്പോൾ ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ആരായാലും ഫൗണ്ടേഷൻ ഇടുന്ന സ്റ്റെപ്പ് വരും. ആ സ്റ്റെപ്പിൽ പറയും നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇടുമ്പോൾ പറയാറുണ്ട് എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് മാച്ച് ആണ്, ഇതാണ് എന്റെ ഷെയ്ഡ് എന്നുള്ളത്. ആ ഷെയ്ഡ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഒരിക്കലും വെളുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. 90% ആൾക്കാരുടെയും ഒരു ചിന്താഗതിയാണ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ വെളുക്കും. ഇല്ല, ഫൗണ്ടേഷൻ ഒരിക്കലും നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഡിസ്കളറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, പിഗ്മെന്റേഷൻ ഉണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ആക്നെ സ്കാർസ് ഉണ്ട്, അതിനെയൊക്കെ മറച്ചിട്ട് ഒരു ഫ്ലോലെസ് സ്കിൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ചില ഒരു കാറ്റഗറി ആൾക്കാർ പറയും നമുക്ക് എന്തൊക്കെ നമ്മുടെ കുറവുകളുണ്ടോ അതിനെയൊക്കെ നമ്മൾ എൻഹാൻസ് ചെയ്യണമെന്ന്. ഞാൻ ഒരിക്കലും അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് മേക്കപ്പ് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ ഫേസിൽ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ എനിക്കത് ഫ്ലോണ്ട് ചെയ്യാനായിട്ട് എനിക്കൊരു മടിയുമില്ല. എന്തേന് നമുക്ക് എന്താണോ നമുക്ക് ദൈവം തന്നേക്കുന്നത്, വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് ഐ ആം സോ പ്രൗഡ് ഓഫ് ഇറ്റ്. പക്ഷെ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ എന്താണ്, നമ്മൾ ഒരിക്കലും ഫൗണ്ടേഷൻ ഇടുമ്പോൾ അത് ഒരുപാട് ലൈറ്റ് ആയി പോകരുത്. അങ്ങനെ ആവുമ്പോഴാണ് അത് ഭയങ്കര വൃത്തികേടായിട്ട് വരുന്നത്. ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് തേച്ചേക്കുന്നതാണെന്ന് പോലെ. അപ്പൊ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഈസിലി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് സ്കിൻ. സ്കിൻ ടൈപ്പ് ഏതൊക്കെയാണ്? ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ. ഓക്കെ, ഓയിലി സ്കിൻ എല്ലാവർക്കും അറിയാം എന്താണ്. ഇത് ജസ്റ്റ് ചെറിയൊരു ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? നിങ്ങൾ രാത്രിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 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 ഇവിടെയൊക്കെ ഈ ഒരു നോസ് ടീ സോൺസിൽ ഫുള്ളും ഓയിലി ആണെങ്കിൽ നിങ്ങളുടെ ഇത് ഓയിലി സ്കിൻ ആണ്. അതല്ല ഓപ്പോസിറ്റ് ആണ്, നിങ്ങൾക്ക് ഒട്ടും ഓയിലിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിൻ ആണ്. ചില സമയത്ത് ഓയിലി, ചില സമയത്ത് ഡ്രൈ. അങ്ങനെയാണെങ്കിൽ അതൊരു കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ 4 ടൈപ്പ് ഉണ്ട്. ലിക്വിഡ് ഫൗണ്ടേഷൻ, സ്റ്റിക്ക് ഫൗണ്ടേഷൻ, ക്രീം ഫൗണ്ടേഷൻ, പൗഡർ ഫൗണ്ടേഷൻ. ലിക്വിഡ് ഫൗണ്ടേഷനും 2 ടൈപ്പ് ഉണ്ട്. ഓയിൽ ബേസ്ഡ് ആൻഡ് വാട്ടർ ബേസ്ഡ്. ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ ഏറ്റവും സൂട്ട് ആവുന്നത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കായിരിക്കും. കാരണം എന്താണ്, അതിൽ മോയ്സ്ചറൈസിങ് കണ്ടന്റ് കൂടുതലായിരിക്കും. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഒബ്വിയസ്ലി മോയ്സ്ചറൈസിങ് കണ്ടന്റ് കൂടുതലുള്ള പ്രോഡക്റ്റ് എടുക്കാനായിരിക്കും കുറച്ചും കൂടി താല്പര്യം. വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ ആകുമ്പോൾ അത് ഓയിൽ ഫ്രീ ഫൗണ്ടേഷൻ ആയിരിക്കും. അത് ഏറ്റവും കൂടുതൽ സൂട്ട് ആവുന്നത് ഒരു ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്കായിരിക്കും. സെക്കൻഡ് ആണ് ക്രീം ഫൗണ്ടേഷൻ. ക്രീം ഫൗണ്ടേഷൻ കുറച്ച് തിക്ക് ആയിരിക്കും. അതായത് അതിന്റെ കൺസിസ്റ്റൻസി നല്ലോണം തിക്ക് ആയിരിക്കും. ആൻഡ് അതിൽ മോയ്സ്ചറൈസിങ് കണ്ടന്റും ഓയിൽ കണ്ടന്റും ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പൊ അത് ഒരു ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നും ഒട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ക്രീം ഫൗണ്ടേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സൂട്ട് ആവുന്നത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഉള്ള പ്രോഡക്ട്സ് എടുക്കാനായിരിക്കും താല്പര്യം. അപ്പൊ ക്രീം ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കായിരിക്കും സൂട്ട് ആവുന്നത്. പക്ഷെ ക്രീം ഫൗണ്ടേഷന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്താണ്? അത് നാച്ചുറലി അതിൽ മോയ്സ്ചറൈസിങ് കണ്ടന്റ് കൂടുതലാണ്, ഓയിൽ കണ്ടന്റ് കൂടുതലാണ്. അങ്ങനെ ആവുമ്പം കുറച്ച് ഹെവി ആയിരിക്കും നമ്മുടെ സ്കിന്നിന്. തേർഡ് നമുക്ക് വരുന്നത് സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ്. കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ഉള്ളവർക്ക് സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഏറ്റവും ബെസ്റ്റ് ആണ്. പക്ഷേ സ്റ്റിക്ക് ഫൗണ്ടേഷന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്താ എന്ന് വെച്ചാൽ, ഈ ഒരുപാട് ലാർജ് പോർസ് ഉള്ള ആൾക്കാരുടെ ഫേസിൽ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലെൻഡ് ആവാനായിട്ട് ഒരുപാട് താമസം എടുക്കും. കാരണം സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണല്ലോ, അപ്പം അത് നമ്മുടെ പോർസിലോട്ട് ഇറങ്ങിപ്പോവും. ആൻഡ് അങ്ങനെ ആവുമ്പം നമ്മുടെ പോർസ് കുറച്ചും കൂടി എൻഹാൻസ് ആവുകയുള്ളൂ. നോ ഡൗട്ട് ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്ക് സ്റ്റിക്ക് ഫൗണ്ടേഷൻ നല്ലതാണ്. പക്ഷെ പോർസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചൊന്ന് സമയം എടുത്തിട്ട് വേണം അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഫോർത്ത് ആണ് പൗഡർ ഫൗണ്ടേഷൻ.
പൗഡർ ഫൗണ്ടേഷൻ പ്രസ്ഡ് ഫോമിലും വരാറുണ്ട്, ലൂസ് ഫോമിലും വരാറുണ്ട്. പ്രസ്ഡ് ഫോമില് എന്ന് പറയുമ്പം ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ്. കാരണം അതൊരു പൗഡർ ഫോമിലായിരിക്കുമല്ലോ വരുന്നത്. ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർക്ക് പൗഡേർഡ് ഫോമിലുള്ള പ്രൊഡക്ട്സ് ആണ് കുറച്ചും കൂടി ബെനിഫിറ്റ് തരുന്നത്. ഇനി പൗഡർ ഫൗണ്ടേഷന്റെ വേറെ നല്ലൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ്ലി ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ, ഒരു ലൈറ്റ് കവറേജ്, ലൈറ്റ് വെയിറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രസ്ഡ് ഫൗണ്ടേഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കവറേജ് കിട്ടും. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. പ്രസ് പൗഡറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എന്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽസിൽ ഒരുപാട് തവണ യൂസ് ചെയ്തേക്കുന്നതാണ് എലനോറിന്റെ ഒരു പൗഡർ ഫൗണ്ടേഷൻ. അതൊക്കെ ശരിക്കും നമുക്ക് നോർമലി ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് പോയാൽ നമുക്ക് വേറെ ബേസ് ഒന്നും ചെയ്യേണ്ട കാര്യം തന്നെ വരത്തില്ല. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടോൺസ് ഓഫ് ഫൗണ്ടേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോൺ ഉണ്ട്. കൂൾ ടോൺ, വാം ടോൺ, ന്യൂട്രൽ ടോൺ. ഏത് ഒരു ടോൺ യൂസ് ചെയ്യുന്നതിന് മുന്നേയും നോക്കണം നിങ്ങളുടെ ഫേസിന് ഏത് അണ്ടർ ടോൺ ആണ് എന്നുള്ളത്. ഇനിയും ഈ അണ്ടർ ടോൺ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? വളരെ ഈസി, സിമ്പിൾ ആയിട്ട് 1-2 സ്റ്റെപ്പ് ഉണ്ട്. അത് നിങ്ങൾ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഒരു തെറ്റും പറ്റത്തില്ല. ട്രസ്റ്റ് മീ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ റിസ്റ്റിൽ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഈ റിസ്റ്റിന്റെ വെയിൻസ് ബ്ലൂ കളർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ബ്ലൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂൾ അണ്ടർ ടോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കൂൾ ടോൺ ഫൗണ്ടേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഭയങ്കര എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്. ഈ കൂൾ ടോൺ ഫൗണ്ടേഷൻസിന്റെ ഒരു അണ്ടർ ടോൺ എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു പിങ്ക് കളർ ആയിരിക്കും. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജ്വല്ലറിയുടെ മെത്തേഡാണ്. നിങ്ങൾക്ക് സിൽവർ ജ്വല്ലറി സൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂൾ ടോൺ ആയിരിക്കും. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് വെയിൻസ് ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ സിൽവർ ജ്വല്ലറി ഇട്ട് നോക്കുക. നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡൾ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ടർ ടോൺ ഒരു കൂൾ അണ്ടർ ടോൺ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഒരു കൂൾ ടോൺ ഉള്ള ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം. അതല്ല ഒരുപാട് ഗ്രീൻ ആയിട്ടുള്ള വെയിൻസ് ആണ് നിങ്ങളുടെ റിസ്റ്റിൽ നിങ്ങൾക്ക് കാണുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാം അണ്ടർ ടോൺ ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു വാം ടോൺ ഉള്ള ഫൗണ്ടേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി വാം ടോൺ ഫൗണ്ടേഷന്റെ അണ്ടർ ടോൺ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ബേജ് കളർ ആയിരിക്കും. പിന്നെ ജ്വല്ലറിയുടെ മെത്തേഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ജ്വല്ലറി നന്നായിട്ട് സൂട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാം ടോൺ ആയിരിക്കും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി ന്യൂട്രൽ അണ്ടർ ടോൺ എന്താണ്? നിങ്ങളുടെ റിസ്റ്റിൽ 2 കളർ വെയിൻസ് ഉണ്ട്, അതായത് ബ്ലൂ ഉണ്ട്, ഗ്രീനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടേത് ഒരു ന്യൂട്രൽ അണ്ടർ ടോൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ന്യൂട്രൽ ടോൺ ഉള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ജ്വല്ലറിയുടെ മെത്തേഡ് വരുമ്പോൾ ഗോൾഡ്, സിൽവർ എല്ലാ കളർ ജ്വല്ലറിയും നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ന്യൂട്രൽ അണ്ടർ ടോൺ ഉള്ള ആളാണ്. അപ്പൊ നിങ്ങൾക്ക് ന്യൂട്രൽ ടോൺ ഉള്ള ഫൗണ്ടേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ന്യൂട്രൽ ടോൺ ഫൗണ്ടേഷന്റെ അണ്ടർ ടോൺ എന്ന് പറയുമ്പോൾ മിക്സ് ആയിരിക്കും, അതായത് യെല്ലോ ആൻഡ് പിങ്ക് മിക്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ടോൺ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, ഹൗ ടു സെലക്ട് ഫൗണ്ടേഷൻ ഷെയ്ഡ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും, എനിക്കും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇൻസ്റ്റയിലും ഒക്കെ, എങ്ങനെയാണ് ഫൗണ്ടേഷൻ ഷെയ്ഡ് ഓൺലൈൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഷുവർ ഷോട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈനിൽ ഫൗണ്ടേഷൻ വാങ്ങിക്കുക. സെക്കൻഡ് തിങ്, ഒരിക്കലും റിസ്റ്റില് ഫൗണ്ടേഷൻ ഷെയ്ഡ് സ്വാച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഷെയ്ഡ് കൺഫേം ചെയ്യരുത്. കാരണം നമ്മുടെ റിസ്റ്റിന്റെ കളറും നമ്മുടെ ഫേസിന്റെ കളറും രണ്ടും വേറെ വേറെ ആയിരിക്കും. ഇപ്പൊ എൻ്റെ ആണെങ്കിൽ പോലും റിസ്റ്റിന്റെ കളർ കുറച്ചും കൂടി ഒരു ലൈറ്റ് ആണ് ആസ് കമ്പയർ ടു മൈ ഫേസ്. സോ ഞാൻ ഒരിക്കലും റിസ്റ്റിൽ വെച്ചിട്ട് ഇതെനിക്ക് പെർഫെക്റ്റ് ആണ് അങ്ങനെ ഞാൻ ഒരിക്കലും നോക്കില്ല. എനിക്ക് മേക്കപ്പിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ ഒക്കെ ഞാൻ ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഓൺലൈനിലല്ല ഓഫ്ലൈനിലാണ് വാങ്ങിക്കാൻ, മീൻസ് ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അപ്പം അവരെന്താ ചെയ്യുക, ഇവിടെ നമുക്ക് സോച്ച് ചെയ്ത് ഇത് മാഡത്തിന് പെർഫെക്റ്റ് ആണ്. അപ്പം ആദ്യമേ ആക്കിക്കോട്ടെ, കുറെ നാളും മുന്നത്തെ കാര്യമാണ് ഞാനിത് പറയുന്നത്. അപ്പം നമ്മളിത് വാങ്ങിച്ചിട്ട് നമ്മൾ ഫേസിലിടും, അടിപൊളി നല്ല പുട്ടി അടിച്ചതുപോലെ ആയിട്ടുണ്ടാവും. നമുക്ക് പിന്നെ ഭയങ്കര റിഗ്രറ്റ് ആണ്. അപ്പം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും നമ്മുടെ ഫേസിന്റെ ഈ ജോ ലൈനിൽ തുടങ്ങി നെക്ക് വരെ സ്വാച്ച് ചെയ്യുക. ഇപ്പം നമ്മളൊരു ഫൗണ്ടേഷൻ എടുത്തു, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ആൻഡ് അത് ബ്ലെൻഡ് ചെയ്ത് നോക്കുക.
ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന്റെ കളറും നെക്കിന്റെ കളറിലും രണ്ടിലും മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് എടുക്കുക. അപ്പൊ ഇതിന്റെ കൂടെ എനിക്ക് വേറൊരു കാര്യം എന്താ പറയാന്ന് വെച്ചാൽ, നമ്മൾ മോളിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ അവിടെ ചേച്ചിമാരും ഒക്കെ നിപ്പുണ്ടാവുമല്ലോ സെയിൽസിന് വേണ്ടിയിട്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം അവര് നമ്മളെ വെളുപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 90% ആൾക്കാരുടെ വിചാരം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. അപ്പം നമ്മൾ അവരോട്, എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ തർക്കിച്ചിട്ട് ഞാൻ ആർഗ്യുമെന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അവർ പറയും ഇത് ഇല്ല മാഡത്തിന് ഇതാണ് കളർ സൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും അല്ല, ഇത് ഒത്തിരി ലൈറ്റ് ഷെയ്ഡ്. ബട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ചില ചേച്ചിമാർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ആൻഡ് അത് പിന്നെ ഭയങ്കര പ്രശ്നമാവും. നമ്മൾ മോളിൽ നിന്നൊക്കെ ഇറങ്ങി വരും, ദേഷ്യമായി. പിന്നെ ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും അവർ പറയുന്ന ഷെയ്ഡ് നമ്മൾ എടുക്കരുത്. നമുക്ക് 1% പോലും തോന്നുന്നുണ്ട് കേട്ടോ, അയ്യോ ഇത് വെളുത്തു പോകുമോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ആ ഷെയ്ഡ് നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ജോ ലൈനിൽ നിന്ന് നെക്ക് വരെ അപ്ലൈ ചെയ്യുക, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. നെക്കും നമ്മുടെ ഫേസും കൂടി മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഒരു ഷെയ്ഡായിരിക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ശരിക്കും ഒരു ഡാർക്ക് ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു ലൈറ്റ് കൺസീലർ വെച്ചിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമുക്കത് നമ്മുടെ സ്കിൻ ടോണിന് വേണമെങ്കിൽ മാച്ച് ചെയ്ത് എടുക്കാം അല്ലേ. ഇപ്പം ഞാനായാലും എൻ്റെ കയ്യിൽ അബദ്ധത്തിൽ എങ്ങാനും ഒരു ഡാർക്ക് ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ഒരു ലൈറ്റ് കവറേജ് ഉള്ള ഒരു ലൈറ്റ് കളർ കൺസീലർ എടുത്തിട്ട് അത് ഫേസ് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കാൻ നോക്കും. പക്ഷെ നമ്മളൊരു ലൈറ്റ് ഫൗണ്ടേഷൻ നമ്മുടെ കയ്യിൽ വന്ന് വീണാലോ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഡാർക്ക് കളർ കൺസീലർ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ ഭയങ്കര വൃത്തികേടായി പോകും. നിങ്ങൾ ഓൺലൈൻ ഷോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 1% പോലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഫൗണ്ടേഷൻ എടുക്കുക. ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ ടോൺ ഏതാണ്, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് ഒക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായതിനെക്കാട്ടിലും കൂടുതൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പെൺകുട്ടികൾക്ക് ഉള്ളൊരു ഡൗട്ടാണ്, അയ്യോ ഞങ്ങൾക്ക് ഏത് ഫൗണ്ടേഷൻ ഷെയ്ഡാണ് മാച്ച് ചെയ്യുക, ഞങ്ങൾ എങ്ങനെയാണ് ഫൗണ്ടേഷൻ ഓൺലൈനായിട്ട് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓഫ്ലൈനിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും പോയിട്ട് എങ്ങനെ നമ്മളൊരു ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യും. ഈ അണ്ടർടോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർടോൺ ഏതാണ്? അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും നിങ്ങൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പോയിന്റ്സും നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു എന്നുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടമായാലും യൂസ്ഫുൾ ആയാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കുക, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഫാമിലി ഫ്രണ്ട്സിലേറ്റ് സൈഡൊക്കെ ഷെയറും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.